ചിത്തിര ചിത്തിര നക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നിരവധി ദുരിതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മനക്ലേശങ്ങളും അവരെ പിന്തുടരുന്നു. എന്നാൽ ഇവർ നിത്യവും ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ അതിവേഗം തന്നെ ദുരിതശമനമുണ്ടാകും. സന്താന ഭാഗ്യത്തിനായും വിളക്ക് വെച്ച് ദേവീസ്തുതികൾ ചൊല്ലിയാൽ അതിവേഗം ഫലമുണ്ടാകും. വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുന്ന രീതിയിൽ വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. അനിഴം പൊതുവെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ചതികൾ അധികവും ജീവിതത്തിൽ സംഭവിക്കാത്തവരാണ് ഇവർ. ജീവിതത്തിൽ പല നേട്ടങ്ങളും ഇവർക്ക് വന്നു ഭവിക്കും. എന്നിരുന്നാലും ഇവർ ദേവിയെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. ആരാധിക്കുന്നതിലൂടെ തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. ജന്മനക്ഷത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുന്നതിലൂടെ ഐശ്വര്യവും വന്നു നിറയുന്നു. പൂരം ദേവിയുടെ അനുഗ്രഹമുള്ളവരാണ് പൂരം നക്ഷത്രക്കാർ. ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് ഇവർ. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ വിഷമതകൾ മനസ്സിലാക്കി സഹായിക്കാനുള്ള മനസ്സുള്ളവരാണ് ഇക്കൂട്ടർ. ദേവിയെ നിത്യവും പൂജിക്കേണ്ടവരാണ് ഇവർ. ദേവിയുടെ അനുഗ്രഹത്താൽ കഷ്ടതകൾ മാറി ഐശ്വര്യം വളരെ വേഗം ലഭിക്കും. തിരുവോണം മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാറില്ല ഇവർ. ഇവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറാനായി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് ഉത്തമമാണ്. ജന്മനാ ദേവിയുടെ അനുഗ്രഹമുള്ളവരാണ് ഇവർ. ദേവിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ 2 നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ഉത്തമമാണ്. രേവതി സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. ഒരു ആത്മവിശ്വാസം ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നു. ജീവിതത്തിൽ അതിവേഗം ഉയരങ്ങളിൽ എത്തുന്ന നക്ഷത്രമാണ് രേവതി. ദുരിതങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അവർ തീർച്ചയായും ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിത വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ദേവിയെ നിത്യം പ്രാർത്ഥിക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ ശുഭമായി ഭവിക്കും. പൂരാടം ദേവിയുടെ അനുഗ്രഹം വളരെയധികം ഉള്ളവരാണ് പൂരാട നക്ഷത്രക്കാർ. കഷ്ടതകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാവുമെങ്കിലും നിത്യവും ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിത ദുരിതങ്ങൾ ഒഴിയുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്നു. ഇവരെ മനഃപൂർവ്വം ആരെങ്കിലും ദ്രോഹിക്കുകയാണെങ്കിൽ അവർക്ക് സർവനാശം ഭവിക്കുന്നതാണ്.